കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും പുതിയ പുതിയ ഏടാകുടങ്ങളിൽ ചെന്ന് ചാടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആദർശ ധീരന്മാരെന്നും വിപ്ലവകാരികളെന്നും നവോത്ഥാനത്തിന്റെ അപ്പോസ്തലന്മാരെന്നും ഒക്കെ വീമ്പിളക്കിയിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഓന്തിനേക്കാൾ കഷ്ടമായ രീതിയിൽ നിറം മാറിക്കൊണ്ടിരിക്കുന്ന ദുസ്ഥിതിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പിണറായി സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാട്. നാളെ ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ചരിത്രപ്രധാനം എന്ന് പറയാവുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വൈകാതെ പോകുന്നത് എന്നതുകൊണ്ട് ഇതിന് അസാധാരണമായ പ്രാധാന്യമുണ്ട്. 2018 ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് സെപ്റ്റംബർ മാസത്തിൽ ഒരു വിധി ഉണ്ടായത്. ആ വിധി സ്ത്രീകളുടെ പ്രവേശനത്തിന് അനുകൂലമായ ഒരു തീരുമാനം എന്ന രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹം അന്ന് അധികാരത്തിലിരുന്ന ഒന്നാം പിണറായി സർക്കാരും വാനോളം പ്രശംസിക്കുകയും ഇവിടെ സ്ത്രീ തുല്യത അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങളെല്ലാം ഈ വിധിയിലൂടെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പുരപ്പുറത്ത് നിന്ന് ഘോഷിക്കുകയും ചെയ്യുകയായിരുന്നു. അവിടെ അതിന് ഉപരിയായി അവർ ചില തരംതാണ കോപ്രായങ്ങളിലൂടെ ചില യുവതികളെ കപടവേഷധാരികളായി വേഷം കെട്ടിക്കൊണ്ട് ശബരിമലയിലെ സകല വിശ്വാസാചാരങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രവേശിപ്പിക്കാൻ നടത്തിയ വൃത്തികെട്ട നാടകങ്ങളൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സിലും ഓർമ്മയിലും ഇപ്പോഴുമുണ്ട്. നൈതിക ബ്രഹ്മചാരി എന്ന് കരുതപ്പെടുന്ന ശ്രീ ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ ഒരു നിശ്ചിത പ്രായത്തിൽ താഴെയുള്ള സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് അവിടുത്തെ ഒരു വിശ്വാസ ആചാരമാണ്. പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഒരു വിശ്വാസ ആചാരമാണ്. ആ ആചാരത്തിന് വിരുദ്ധമായ വിധി വന്നപ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ വിശ്വാസികൾ ആകെ കൂടെ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു വിധിയോടെ വൈകാരികമായി വളരെ വിഷമത്തോടു കൂടിയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം അയ്യപ്പ ഭക്തന്മാർ പ്രതികരിച്ചത്. എന്നാൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒന്നാം പിണറായി സർക്കാർ ഇത് അവരുടെ വലിയ നേട്ടമാണെന്നും അതിന്റെ പേരിൽ അവർ വനിതാ മതിൽ തീർക്കുക, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുക, അതായത് ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവൊക്കെ ഇല്ലാതാക്കുക, സ്ത്രീകളെ ചേർത്ത് പിടിക്കുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന കുറേ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളം മുഴുവൻ നടന്ന കാഴ്ചയും പൊതുസമൂഹം കണ്ടതാണ്. എന്നാൽ ഇന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പതിവ് പോലെ കുറെ നാളുകളായി നടത്തുന്ന യാതൊരു തരത്തിലും നിലവാരമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂപ്പുകൊത്തുന്നു എന്നതാണ് ഒടുവിൽ കിട്ടുന്ന വാർത്ത. നേരത്തെ നടത്തിയ ഗീർവാണങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശനം പാടില്ല, അല്ലെങ്കിൽ ആ ആചാരം തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു യു-ടേൺ അടിച്ചുകൊണ്ട് ഇപ്പോൾ പിണറായി സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തൊരു ദയനീയമായ ഒരു പതനമാണ്. സംഘപരിവാറിന്റെ അതേ അവസ്ഥയിലേക്ക് ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതാ വീണിരിക്കുന്നു. 3-4-5 വർഷങ്ങൾക്ക് മുൻപ് കൊട്ടിഘോഷിച്ചതായിട്ടുള്ള സ്ത്രീ തുല്യത, തുല്യനീതി, സാമൂഹ്യനീതി എന്ന് പറഞ്ഞ ആ ഒരു മുദ്രാവാക്യമൊക്കെ ഇപ്പോൾ ചുരുട്ടിക്കെട്ടി തട്ടിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല, അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് 10 വോട്ടിന് വേണ്ടി തകിടം മറിയുന്നതായിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള വൈതരണത്തിൽ ചെന്ന് പെടുകയാണ്, ചക്രവ്യൂഹത്തിൽ കിടന്ന് അഴലുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ നേതാക്കന്മാരാകെ പരിഭ്രമത്തിലാണ്. ഇവിടെ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം, എന്താണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ? നിങ്ങൾക്കൊരു നിലപാടുണ്ടോ?
നിങ്ങൾ തരം പോലെ 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടി നിലപാട് മാറ്റുക എന്നതാണോ നിങ്ങളുടെ വലിയ വിപ്ലവ വീര്യം? ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, 2 or 3 വോട്ട് കിട്ടുന്നതിന് വേണ്ടി നിലപാട് മാറ്റുന്ന ഒരു പാർട്ടി അല്ല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ആ ഒരു പ്രഖ്യാപനത്തോട് ഇപ്പോഴത്തെ നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളതെന്നറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? നിങ്ങൾ ഒരു ഭാഗത്തൂടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കണം, സ്ത്രീ സമത്വം ഉണ്ടാകണം, ലിംഗനീതി വേണം, സാമൂഹ്യ നീതി വേണം, അവിടെ വിവേചനം പാടില്ല എന്നൊക്കെ ഗീർവാണം മുഴക്കിയിട്ട് ഇപ്പോഴെന്താണ് നേരെ തലതിരിഞ്ഞ രീതിയിലുള്ള നിലപാടെടുക്കുന്നത്? നാളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ 2018 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ഉറച്ചു നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടവർ അവരുടെ ആ വാദങ്ങൾ നിരത്തി കഴിഞ്ഞിരിക്കുകയാണ്. അവർ പറയുന്നത് ശബരിമല ക്ഷേത്രത്തിന് ഒരു പ്രത്യേകമായ പദവിയൊന്നുമില്ല. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ലിംഗസമത്വം അവിടെയും പ്രാവർത്തികമാക്കണമെന്നാണ് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷന്റെ നിലപാട്. അവിടെ ഏതെങ്കിലും പ്രത്യേകമായ കാരണത്തിൽ ശാരീരികമായ കാരണമോ ആചാരപരമായ കാരണമോ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് എല്ലാവർക്കും അവർ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ ആരാധിക്കുന്നതിനും അവർ വിശ്വസിക്കുന്ന ആചാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അവിടെ സ്ത്രീ പുരുഷ സമത്വമാണ് ആരാധനാലയങ്ങളിൽ. അവിടെ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ആരാധന, പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് എന്ന് ശക്തമായി വാദിച്ചുകൊണ്ട് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ സുപ്രീം കോടതിയിൽ അവരുടെ വാദങ്ങൾ നിരത്തി കഴിഞ്ഞു. നാളെയാണ് ഇതിൽ ബന്ധപ്പെട്ട കക്ഷികളുടെ ബാക്കിയുള്ള വാദങ്ങളെല്ലാം എഴുതി കൊടുക്കാൻ സുപ്രീം കോടതിയുടെ ഒരു 9 അംഗ ബെഞ്ച് ഇതിനു വേണ്ടി പ്രത്യേകം നിയോഗിച്ചത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തിരുത്തിയ നിലപാട്, അതായത് ആചാര അനുഷ്ഠാനങ്ങൾ അതേപടി നിലനിർത്തണം, ഒരു പ്രായത്തിൽ കുറഞ്ഞ സ്ത്രീകൾക്ക് പ്രവേശനം പാടില്ല എന്ന രീതിയിലേക്കുള്ള ഒരു തകിടം മറിച്ചിലൂടെ പുതിയ ഒരു പ്രസ്താവന അല്ലെങ്കിൽ പുതിയ ഒരു വാദവുമായി സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട ഗതികേടിലാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം വളരെ ശക്തമാണ്. എന്താണ് നിങ്ങളുടെ നിലപാട് ഈ കാര്യത്തിൽ? നമുക്കെല്ലാം അറിയാം, ഈ ഈശ്വര നിഷേധികളാണ്, ദൈവവിശ്വാസികളല്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴും തലയിൽ മുണ്ടുവിട്ടുകൊണ്ട് ഈ നേതാക്കന്മാരുടെ ഭാര്യമാരും കുടുംബാംഗങ്ങളും ആരാധനാലയങ്ങളിൽ പോയി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി നേർച്ചയും അർച്ചനയും ഒക്കെ നടത്തിയ സംഭവങ്ങൾ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഇതൊക്കെ കാപട്യമല്ലേ? നിങ്ങൾ അന്തസ്സോടുകൂടി നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. സംഘപരിവാറിന്റെ നിലപാടാണോ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണെങ്കിൽ അത് പൊതുസമൂഹത്തോട് തുറന്നു പറയണം. അതല്ലാതെ 4 വോട്ട് കിട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ സ്ത്രീകളോടൊപ്പമാണ്, ഞങ്ങൾ വിശ്വാസ സമൂഹത്തോടൊപ്പമാണ്, ഞങ്ങൾ ആചാരങ്ങളെ അനുസരിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്ന അർത്ഥശൂന്യമായ നെറികെട്ട ഒരു നിലപാട് അഭിമാനമുള്ള ഒരു പാർട്ടിക്ക് ചേർന്നതല്ല. ഇന്നത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്നുപെട്ടിരിക്കുന്ന പതനത്തിൽ നിന്ന് ഇപ്പോൾ ഓരോരുത്തരും ചാടി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കപട നാടകം അവസാനിപ്പിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഇല്ലാതെയാകാനുള്ള സാധ്യതയുണ്ട്. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പരിതാപകരമായ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ തരത്തിൽ ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള വിഷയത്തിൽ നിങ്ങളുടെ ഈ തകിടം മറിച്ചിൽ, ഈ യൂട്ടേൺ അടി അപഹാസ്യമായി പോയി, പരിഹാസമായി പോയി. ഇത് നിങ്ങളെ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളോട് പരസ്യമായി മാപ്പ് പറയണം. നിങ്ങൾ 2008 വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ നാടകങ്ങളൊക്കെ തെറ്റായി പോയി എന്ന് പരസ്യമായി
ആർജവമുണ്ടെങ്കിൽ സമ്മതിക്കണം. മാത്രവുമല്ല, ഞങ്ങൾ 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ തകിടം മറിച്ചിലെന്ന് പറയാതെ പറയുന്ന രീതിയിലുള്ള നിങ്ങളുടെ അഭ്യാസങ്ങളും അവസാനിപ്പിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ അപഹാസ്യരായി തീരുകയുള്ളൂ എന്ന് തിരിച്ചറിയാനുള്ള വിവേകമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്നാണ് ഈ തരുണത്തിൽ ഈ നിലപാട് മാറ്റത്തിലൂടെ കേരളത്തിലെ പൊതുസമൂഹം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള കോട്ടങ്ങൾ നേട്ടങ്ങളെക്കാളൊക്കെ വളരെ വലുതാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നാടകങ്ങളൊക്കെ, ഈ തരത്തിലുള്ള തരംതാണ അഭ്യാസങ്ങളൊക്കെ പുറത്തു വരും. അതിൻ്റെ എല്ലാ പൊളിവാദങ്ങളും തകർന്നു വീഴും എന്ന കാര്യത്തിലും ആർക്കും ഒരു സംശയവുമില്ല.